ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ക്രിസ്തു സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ പുതിയ ദിനത്തിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിതവും അവിടുത്തെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ പ്രഭാത തിരുവചന ധ്യാനത്തിലൂടെ ദൈവം നമ്മുടെ ഉള്ളിൽ പുതിയ പ്രത്യാശയും പുതിയ സമാധാനവും നിറയ്ക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ ആത്മാവോടെയും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയോടെയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളോടെയും നമുക്ക് ഈ തിരുവചന ധ്യാന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, പുതിയൊരു പ്രഭാതം ഞങ്ങൾക്ക് സമ്മാനിച്ചതിനായിട്ട് തമ്പുരാനെ ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവനും ശ്വാസവും ആരോഗ്യവും കുടുംബവും വിശ്വാസവും അങ്ങയുടെ ദാനമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്നത്തെ ഓരോ നിമിഷവും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വീടുകളെ സമാധാനത്താലും ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്താലും നിറയ്ക്കണമേ. അങ്ങയുടെ വിശുദ്ധ വചനം ഞങ്ങളുടെ ജീവിതത്തിന് എന്നും വഴികാട്ടുന്ന ഒരു ദീപമായി തീരുമാറാകണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാ ധ്യാനം പുറപ്പാട് പുസ്തകം 39 അധ്യായം 33 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗമാണ്. അവർ തിരുനിവാസം മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. കൂടാരവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും കൊളുത്ത്, പലക, അന്താഴം, തൂൺ, ചുവട്, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ കൊണ്ടുള്ള പുറംമൂടി, തഹശു തോൽ കൊണ്ടുള്ള പുറംമൂടി, മറയുടെ തിരശീല, സാക്ഷിപെട്ടകം, അതിൻ്റെ തണ്ട്, കൃപാസനം, മേശ, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, കാഴ്ചയപ്പം, തങ്കം കൊണ്ടുള്ള നിലവിളക്ക്, കത്തിച്ചു വയ്ക്കുവാനുള്ള ദീപങ്ങൾ, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, വെളിച്ചത്തിന് എണ്ണ, പൊന്നുകൊണ്ടുള്ള ധൂപപീഠം, അഭിഷേക തൈലം, സുഗന്ധ ധൂപവർഗം, കൂടാരവാതിലിനുള്ള മറശീല, താമ്രം കൊണ്ടുള്ള യാഗപീഠം, അതിൻ്റെ താമ്രജാലം, തണ്ട്, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, തൊട്ടി, അതിൻ്റെ കാൽ, പ്രാകാരത്തിൻ്റെ മറശീല, തൂൺ, അതിൻ്റെ ചുവട്, പ്രാകാരവാതിലിൻ്റെ മറശീല, അതിൻ്റെ കയറ്, കുറ്റി, സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും, വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രം, പുരോഹിത ശുശ്രൂഷയ്ക്കുള്ള അഹരോന്റെ വിശുദ്ധ വസ്ത്രം, അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രം, ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ എല്ലാ പണിയും തീർത്തു. മോശ പണിയൊക്കെയും നോക്കി, യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ അത് ചെയ്തു തീർത്തിരുന്നു എന്ന് കണ്ട് മോശ അവരെ അനുഗ്രഹിച്ചു. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ഈ കേട്ട തിരുവചന ഭാഗം അതിമനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ദൈവം മോശയോട് കൽപ്പിച്ച എല്ലാ വിശുദ്ധ വസ്തുക്കളും ജനങ്ങൾ പൂർത്തിയാക്കി മോശയുടെ മുൻപിൽ അവയെ കൊണ്ടുവന്നു. മോശ അവയെ പരിശോധിച്ചു. എല്ലാം ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ജനത്തെ അനുഗ്രഹിച്ചു. ഈ സംഭവത്തിൽ നിന്ന് ഇന്ന് നമുക്ക് 3 വലിയ ആത്മീയ പാഠങ്ങൾ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതവും ഒരു നാൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടും. ഇസ്രായേൽ ജനങ്ങൾ അവരുടെ പ്രവൃത്തികൾ മോശയുടെ മുൻപിൽ കൊണ്ടുവന്നതുപോലെ ഒരു ദിവസം നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കും. അന്ന് ദൈവം ചോദിക്കുന്നത് നീ എത്ര സമ്പാദിച്ചു എന്നുള്ളതല്ല, ഞാൻ നിന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നീ നിർവഹിച്ചോ എന്നായിരിക്കും ദൈവത്തിൻ്റെ ചോദ്യം. അതിനാൽ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ സമർപ്പിക്കാവുന്ന ജീവിതം ജീവിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. രണ്ടാമതായി, ദൈവം നമ്മുടെ പ്രവൃത്തിയെ മാത്രമല്ല
അതിൻ്റെ പിന്നിലെ ഹൃദയത്തെയും പരിശോധിച്ചു നോക്കുന്നു. മോശ നിർമ്മിച്ച വസ്തുക്കൾ പരിശോധിച്ചു, പക്ഷെ ദൈവം അതിനപ്പുറം അവരുടെ അനുസരണവും അവരുടെ ഭക്തിയും കണ്ടു. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉപവാസം, നമ്മുടെ ദാനധർമ്മം, നമ്മുടെ സഭാജീവിതം, ഇവയെല്ലാം മനുഷ്യർ കാണും. എന്നാൽ അവയുടെ പിന്നിലെ സ്നേഹവും വിശ്വാസവും വിനയവും ദൈവം മാത്രം കാണുന്നു. ആയതിനാൽ പുറമേ മാത്രം വിശുദ്ധരാകാതെ ഹൃദയത്തിലും വിശുദ്ധരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. മൂന്നാമതായി, വിശ്വസ്തതയ്ക്ക് ശേഷം അനുഗ്രഹം വരും. മോശ ആദ്യം പരിശോധിച്ചു, ശേഷമാണ് അവരെ അനുഗ്രഹിച്ചത്. ഇത് വളരെ വലിയ ഒരു ആത്മീയ സത്യമാണ്. ഇന്ന് പലരും അനുഗ്രഹം ആഗ്രഹിക്കുന്നു, എന്നാൽ വിശ്വസ്തതയില്ലാതെ അനുഗ്രഹം പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് അനുസരണം, വിശ്വാസം, വിശ്വസ്തത ഇവയുടെ ഫലമാണ് അനുഗ്രഹം. അതുകൊണ്ട് ജീവിതത്തിൽ ക്ഷമയോടെ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നും നഷ്ടമാകിയില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീടുകൾ ഇന്ന് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വീടുകളാണോ? നമ്മുടെ ജോലി ദൈവമഹത്വത്തിനായിട്ടാണോ നാം ചെയ്യുന്നത്? നമ്മുടെ മക്കൾക്ക് നാം വിശ്വാസത്തിൻ്റെ മാതൃകയാണോ? നമ്മുടെ കുടുംബ പ്രാർത്ഥന ഇപ്പോഴും നാം തുടരുന്നുണ്ടോ? ഇന്നത്തെ വചനം നമ്മെ ഒരു വലിയ ആത്മപരിശോധനയ്ക്കായി വിളിക്കുന്നു. ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിക്കണം. ഇന്നത്തെ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുവാൻ എനിക്ക് ധൈര്യമുണ്ടോ? ഈ ചോദ്യം നമ്മെ ഒരു വിശുദ്ധിയിലേക്ക് നയിക്കും. മോശ തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് കർത്താവ് വിശ്വസ്തരായ തൻ്റെ മക്കളായ നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഒരു വലിയ പരീക്ഷണത്തിലൂടെയാകാം കടന്നു പോകുന്നത്. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, ഒരു രോഗത്തിൻ്റെ പ്രയാസമാകാം, ചില കുടുംബ പ്രശ്നങ്ങളാൽ, ജോലിയിലെ അനിശ്ചിതത്വവുമാകാം. എന്തു തന്നെയായാലും വിശ്വാസം കൈവിടരുത്. ദൈവം നിങ്ങളുടെ വിശ്വസ്തത കാണുന്നുണ്ട്. സമയമാകുമ്പോൾ അവിടുന്ന് നിങ്ങളെയും അനുഗ്രഹിക്കും. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, എൻ്റെ ജീവിതം അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കാവുന്ന ഒരു വഴിപാടായി തീരട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങയുടെ ജീവദായകമായ വചനം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വിതച്ചതിന് തമ്പുരാനെ ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. അനുസരണത്തിലും വിശ്വസ്തതയിലും വളരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പ്രസാദകരമായ വഴിപാടാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ജോലിയില്ലാത്തവർക്ക് നല്ല ഒരു തൊഴിൽ ലഭിക്കുവാൻ തമ്പുരാനെ സംഗതിയാക്കുമാറാകണമേ. വിദ്യാർത്ഥികൾക്ക് ജ്ഞാനവും മാതാപിതാക്കൾക്ക് സമാധാനവും നൽകണമേ. യുദ്ധവും ഭയവും ദുഃഖവും അനുഭവിക്കുന്ന എല്ലാവരെയും തമ്പുരാനെ അങ്ങയുടെ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ. പ്രകൃതിക്ഷോഭങ്ങളാൽ വലയുന്ന എല്ലാ മക്കളെയും തമ്പുരാനെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ ഒരു പുതിയ ദിനത്തിൽ ഞങ്ങളുടെ ഓരോ ചുവടുകളും അങ്ങ് തന്നെ അവിടുന്ന് നയിക്കുമാറാകണമേ. വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയാലും എല്ലാ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാലും ഞങ്ങളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.